വചനം വചനം ത്രിയേക ദൈവമം വചനം വചനം. പ്രിയരെ, ആഗമനകാലത്തിൻ്റെ 4-ാം ഞായർ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ. 3 കാര്യങ്ങളെ നമുക്ക് വിചിന്തനം ചെയ്യാം. 1 തിടുക്കം, 2 അഭിവാദനം, 3 ഭാഗ്യം. ആദ്യ ധ്യാനത്തിലേക്ക് കടക്കുമ്പോൾ ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 39-ാമത്തെ വചനം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര ചെയ്തു. എന്തിനായിരുന്നു മറിയം തിടുക്കത്തിൽ യാത്ര ചെയ്തത്? പ്രിയരെ, നിന്നെ കാത്തിരിക്കുന്ന ഒരുപാട് ജന്മങ്ങളുണ്ട്. അവരിലേക്ക് നീ എത്താനെടുക്കുന്ന സമയമാണ് നിനക്ക് അവരോടുള്ള സ്നേഹത്തിൻ്റെ അളവുകോൽ. മകനും മകളും ജോലി കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ഹോട്ടൽ എന്ന ബോർഡും പിടിച്ചുകൊണ്ട് ഒത്തിരി പേർ അവരെ മാടി വിളിക്കുന്നുണ്ട്. പക്ഷേ അവർ വേഗത്തിൽ തിടുക്കത്തിൽ വീടണഞ്ഞ് പൊരിവയറുമായി അമ്മയെ വിളിച്ചു കൂവുകയാണ്, അമ്മേ വിശക്കുന്നുവെന്ന്. കാരണം അവർക്കറിയാം ചൂടുള്ള സ്നേഹവിചാരവുമായി ഒരമ്മ തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന്. ഇതുപോലെ ഒരു സ്നേഹവിചാരമാണ് അമ്മ മാതാവിനെയും മറിയത്തെയും എലിസബത്തിൻ്റെ അടുക്കലേക്ക് തിടുക്കത്തിൽ യാത്ര ചെയ്യിപ്പിച്ചത്. പക്ഷെ നമുക്ക് ഇന്നറിയാം, ഇന്ന് നമുക്ക് തിടുക്കമല്ല, മറിച്ച് തിരക്കാണ്. ഈ തിരക്കിൽ പല കാത്തിരിക്കുന്ന മുഖങ്ങളും നമ്മൾ മറന്നുപോകുകയാണ്. ഒരു ബോധോദയം എന്ന വണ്ണമാണ് മകൻ അമ്മയോട് ചോദിച്ചത്, അമ്മേ കുഴമ്പ് ഇപ്പോൾ അമ്മ ചോദിക്കുന്നില്ലല്ലോ, അമ്മയുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ടോ കുഴമ്പ്? അപ്പോൾ അമ്മ പറയുന്നുണ്ട്, മകനെ എൻ്റെ കുഴമ്പ് തീർന്നിട്ട് മാസങ്ങളായി, പക്ഷേ നിൻ്റെ തിരക്ക് കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. നമ്മുടെയൊക്കെ തിരക്കുകളിൽ നമ്മൾ തിടുക്കം കൂട്ടുമ്പോൾ, കാത്തിരിക്കുന്നവർക്ക് വേണ്ടി തിരക്ക് കൂട്ടുവാൻ വേണ്ടി, തിടുക്കം കൂട്ടുവാൻ വേണ്ടിയാണ് ഈ സുവിശേഷത്തിൽ അമ്മ മാതാവ് പറയുന്നത്. കാത്തിരിക്കുന്നവർ നിൻ്റെ പ്രിയപ്പെട്ടവരാണ്. നിൻ്റെ മാതാപിതാക്കളാവാം, ജീവിത പങ്കാളിയാകാം, മക്കളാകാം, സഹോദരങ്ങളാകാം, നിൻ്റെ ഉത്തരവാദിത്വങ്ങളാകാം. ഇതിലേക്ക് നമുക്ക് ഈ സ്നേഹവിചാരത്തോടുകൂടെ ഒരു തിടുക്കം കൂട്ടാം. ഇതാണ് അമ്മ മാതാവ് നൽകുന്ന ആദ്യ ചിന്ത. രണ്ടാമത്തെ ചിന്ത അഭിവാദനം. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 40-41 വചനങ്ങൾ. അവൾ സഖറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. മറിയം എന്തായിരിക്കാം അഭിവാദനം ചെയ്തത് എന്നറിയില്ല. പക്ഷേ ഈ അഭിവാദനത്തിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്നോണമാണ് അവളുടെ ഹൃദയത്തിൽ, ഉദരത്തിൽ ഒരു കുതിച്ചു ചാടലും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു തിരയിളക്കവും അവൾ അനുഭവിക്കുന്നത്. നമ്മളോട് തന്നെ ചോദിക്കണം, നമ്മുടെയൊക്കെ സന്ദർശനങ്ങളും സാമീപ്യങ്ങളും മറ്റുള്ളവരുടെ ജീവിതത്തിൽ, അവരുടെ ഹൃദയത്തിൽ ഒരു ആനന്ദത്തിൻ്റെ കുതിച്ചുചാട്ടം ഉണ്ടാക്കുന്നുണ്ടോ? ആൻ്റണി ഡിമെലോയുടെ ഒരു ചിന്ത ഇപ്രകാരമുണ്ട്: യുദ്ധമുഖത്തു നിന്ന് ഒരുവൻ രക്ഷപ്പെട്ട് തിരിച്ചു വരുമ്പോൾ അവൻ്റെ സൈനിക മേധാവിയോട് അവൻ പറയുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരന് എന്തു പറ്റിയെന്ന് ഞാനൊന്ന് നോക്കിയിട്ട് വരാം. മേധാവി അവനോട് പറയുന്നു, പോകരുത്, കാരണം നീ പോയാൽ മുറിവേറ്റവനായി നീ ഇനിയും തിരിച്ചു വന്നേക്കാം. പക്ഷെ അവൻ പറയുന്നു, ഇല്ല, ഞാൻ പോകും. പിന്നീട് ശരീരമാസകലം മുറിവേറ്റാണ് അവൻ തിരിച്ചു വരുന്നത്. അപ്പോൾ സൈനിക മേധാവി അവനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞതല്ലേ പോകേണ്ട എന്ന്, ഇപ്പോൾ എന്തായി? പക്ഷേ ആ പട്ടാളക്കാരൻ സൈനിക മേധാവിയോട് പറയുന്നുണ്ട്, ഇല്ല സാർ, ഞാൻ പോയത് നന്നായി, കാരണം അവൻ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ അവൻ്റെ കണ്ണുകൾ, പ്രകാശം നിറഞ്ഞ കണ്ണുകൾ എനിക്ക് കാണുവാൻ സാധിച്ചു. അവൻ എന്നോട് അവസാനമായി പറഞ്ഞു, എനിക്കറിയാമായിരുന്നു നീ എന്നെ കാത്തുവരുമെന്ന്.
പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ ഇടയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ ആനന്ദത്തിൻ്റെ കുതിച്ചുചാട്ടം ഉണ്ടാകുന്നുവെന്ന് തിരിച്ചറിയണമെന്ന് അമ്മ മാതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ സുവിശേഷത്തിലൂടെ. മൂന്നാമത്തെ ചിന്ത ഭാഗ്യം. ലൂക്ക 1:43-45. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? അപ്പോൾ ഞാൻ ഭാഗ്യവതി. 1:45 ഇങ്ങനെയാണ്: കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതായത് നീ ഭാഗ്യവതി. അപ്പോൾ ഇവിടെ ഈ 2 തിരുവചനങ്ങളിലും ഭാഗ്യം എന്ന ഒരു വാക്കിന് പുതിയ അർത്ഥതലങ്ങളാണ് നമുക്ക് വചനം നൽകുന്നത്. ഭാഗ്യമെന്നാൽ എന്താണ്? ഭാഗ്യമെന്നാൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാകുക എന്നതാണ് ഭാഗ്യം. ഇനി ഈ ഭാഗ്യം ലഭിക്കുവാൻ എന്ത് ചെയ്യണം? കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് നമ്മൾ വിശ്വസിക്കണം. പഴയ നിയമത്തിൽ ഈ ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യവാനായി ചിത്രീകരിക്കുന്നത് ദാവീദിനെയാണ്. പുതിയ നിയമത്തിൽ ആ ഒരു സ്ഥാനം യോഹന്നാന് ലഭിക്കുന്നുണ്ട്, പ്രിയപ്പെട്ടവനായിട്ട് മാറുമ്പോൾ. നമ്മുടെയും ജീവിതത്തിൽ നമ്മളെയും വിളിക്കുന്നത് ഇങ്ങനെ ദൈവത്തിൻ്റെ ഭാഗ്യവാന്മാരാകുവാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അതിൻ്റെ പിന്നിലെല്ലാം ദൈവകരമുണ്ട് എന്ന് തിരിച്ചറിയുകയും അതിനെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഭാഗ്യമുള്ളവരായി മാറും. കൊച്ചു ത്രേസ്യ പുണ്യവതി കുഞ്ഞായിരിക്കുമ്പോൾ ദൈവത്തോടൊരു പരാതി പറയുന്നുണ്ട്. എന്തുകൊണ്ട് തോട്ടത്തിൽ റോസാപുഷ്പങ്ങളും ലില്ലിപ്പൂക്കളും ഡെയ്സി ചെടികളും? എന്തുകൊണ്ട് ഒരു തോട്ടത്തിൽ ഏറ്റവും മനോഹരമായ റോസാപുഷ്പം മാത്രമായില്ല? ഈ കൊച്ചു ഹൃദയം തന്നെ പിന്നീട് അതിന് തിരുത്തി പറയുന്നുണ്ട്. കാരണം റോസാപ്പൂവിന് അതിൻ്റേതായ സൗന്ദര്യമുണ്ടായിരിക്കെ ഒരിക്കലും ലില്ലിപ്പൂവിൻ്റെ സൗന്ദര്യം റോസാപ്പൂ എടുത്തു മാറ്റുന്നില്ല. ഇതിൽ നിന്നും കൊച്ചു ത്രേസ്യ പുണ്യവതി സുന്ദരമായ ഒരു ആത്മീയ ചിന്ത നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മളൊന്നും ഒരുപക്ഷെ റോസാപ്പൂ ആകണമെന്നില്ല, ഒരു ചെറിയ പുഷ്പമാകാം, ഒരു തോട്ടത്തിൽ വിടർന്നു നിൽക്കുന്ന ഒരു കുഞ്ഞു പൂവാകാം നമ്മൾ. പക്ഷേ അതിന് അതിൻ്റേതായ ഒരു സ്പേസുണ്ട്, അതിൻ്റേതായ സൗന്ദര്യമുണ്ട്. ഇതാണ് ദൈവഹിതം എന്നറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ഈ കൊച്ചു പുഷ്പവും തൻ്റെ സുഗന്ധവും തൻ്റെ കഴിവുകളും ഈ ലോകത്തിന് നൽകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം ഭാഗ്യമുള്ള ജീവിതമാകുകയാണ് എന്ന് നമ്മളെ ഈ ദിവസം ഈ വചനചിന്ത നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനാൽ പ്രിയരെ, 3 ചിന്തകളെയും ഒന്ന് ക്രോഡീകരിക്കാം. തിടുക്കമുള്ളവരാകുക, കാരണം അത് നിൻ്റെ സ്നേഹത്തിൻ്റെ അളവുകോലാണ്. നമുക്ക് നമ്മുടെ സന്ദർശനങ്ങൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ആനന്ദമുണ്ടാക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് സാമീപ്യങ്ങളിലൂടെ, നല്ല അഭിവാദ്യങ്ങളിലൂടെ നമുക്ക് അവരുടെ പക്കലണയാം. നമുക്ക് ഭാഗ്യവാന്മാരാകാം. അതിന് ജീവിതാനുഭവങ്ങളെ ദൈവത്തിൻ്റെ അനുഗ്രഹമായി കണ്ടുകൊണ്ട്, ദൈവദാനമായി കണ്ടുകൊണ്ട് സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഭാഗ്യവാന്മാരാകാം. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.